ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ മാസം 19 പിന്നിട്ടു. പക്ഷേ അന്ന് കത്തിപ്പടർന്ന വിവാദം ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായ 1-2 ഡോക്ടർമാര് ആണ് വിവാദത്തിന് തിരികൊളുത്തിയത്. അവര് ഫേസ്ബുക്കിൽ കുറിച്ച ചില വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചു, വേദനിപ്പിച്ചു. യോഗ ഒരു വ്യായാമമാണെന്നും അരമണിക്കൂർ നേരത്തെ യോഗ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടുന്നില്ലെന്നുമായിരുന്നു അവരുടെ വാദഗതി. യഥാർത്ഥത്തിൽ യോഗയെപ്പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുകളും ഇല്ല എന്നുള്ളതാണ് സാരം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് വേദകാലത്തിന് മുമ്പാണ് യോഗയുടെ കടന്നുവരവ്. അതൊരു വ്യായാമം എന്നുള്ള നിലയിലല്ല, മറിച്ച് അത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഗാഠമായ ബന്ധത്തിൽ നിന്നും മാനവരാശിക്കുണ്ടാകുന്ന അനുഭൂതിയെപ്പറ്റി വിശദീകരിക്കുന്നതാണ് യോഗശാസ്ത്രം. യോഗാനുഭൂതിയിൽ ഭഗവാൻ മഹാദേവൻ കൈലാസത്തിൽ ആനന്ദ നടനമാടുന്നതായിട്ട് പോലും ഭാരതീയർ വിശ്വസിച്ചു പോരുന്നു. യോഗാ വിദ്യയ്ക്ക് നല്ലൊരു പുസ്തകം കാഴ്ചവെച്ചത് പതഞ്ജലി മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ യോഗസൂത്രയാണ് യോഗയെ പറ്റിയുള്ള അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം. ശിവശക്തി സംയോഗത്തിലൂടെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളും ആകമാനമുള്ള ഈ ബോധതലത്തിന്റെ ഭാഗമാണ്. സമഷ്ടിയുടെ ഉണ്മയെ വ്യഷ്ടി ജീവിതത്തിൽ കണ്ടെത്തുക, സമഷ്ടിയുടെ ഉണ്മയെ വ്യഷ്ടിയുടെ ഉണ്മയാക്കി മാറ്റുക എന്നതാണ് യോഗശാസ്ത്രം അനുശാസിക്കുന്നത്. യോഗവിധി പ്രകാരം നമ്മുടെ മൂലാധാരത്തിൽ 3.5 ചുറ്റായിട്ട് കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടപ്പുണ്ട്. നിരന്തരമായ മന്ത്രസാധനയിലൂടെ ഈ കുണ്ടലിനിയെ ഉണർത്തുക. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാ ത്രാണനം ഇതി മന്ത്രഃ. ആരെയാണോ ചിന്തിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രക്ഷയാണ് മന്ത്രത്തിന്റെ അടിസ്ഥാനം. അപ്രകാരം 3.5 ചുറ്റായിട്ട് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ നിരന്തര ജപ ധ്യാന മന്ത്രാദികളിലൂടെ നമ്മൾ ഉണർത്തുന്നു. ക്രമേണ ആ ചൈതന്യധാര മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധി, കണ്ഠം, വിശുദ്ധി അഥവാ കണ്ഠം, സഹസ്രാരപത്മം എന്നീ തലങ്ങളിലേക്ക് എത്തുന്നു. ഇരുവശങ്ങളിലുമുള്ള സഹസ്രാരത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള മർമ്മസ്ഥാനമാണ് ദ്രുഗുടി. ഈ ദ്രുഗുടി സുവോളജിയിൽ വിളിക്കുന്നത് ദ്രുഗുഡ് എന്നാണെന്ന് വിമർശിക്കുന്ന ഡോക്ടർമാർ പ്രത്യേകം ഓർക്കണം. ഈ ദ്രുഗുഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സഹസ്രാരപത്മത്തിൽ ഉണ്ടാകുന്ന ചലനം ആണ് യഥാർത്ഥത്തിൽ മുക്തിയിലേക്ക് നയിക്കുന്നത്. അപ്രകാരം പ്രാപഞ്ചികമായ ഒരു ശക്തിയെ തന്നിലേക്ക് ആവാഹിച്ച്, അഥവാ തന്നിൽ കുടികൊള്ളുന്ന നിശബ്ദമായ ശക്തിയെ മന്ത്രധ്യാനങ്ങൾ കൊണ്ട് ഉജ്ജീവിപ്പിച്ച് മൂലാധാരം മുതൽ സഹസ്രാരം വരെയും സഹസ്രാരം മുതൽ മൂലാധാരം വരെയും ചക്രങ്ങളിലൂടെ, ഷഡാധാരങ്ങളിലൂടെ കടത്തിവിടുക. കുഞ്ചൻ നമ്പ്യാര് പറയുന്നത് പഞ്ചാര പാൽപായസം നുകരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെയാണ് കുണ്ടലിനിയുടെ ഉണർച്ച ഉണ്ടാക്കുന്ന അനുഭൂതി എന്നാണ്. ആധുനിക കാലത്തെ യോഗിവര്യനായ ശ്രീനാരായണ ഗുരുദേവൻ കുണ്ടലിനിയുടെ ഉയർച്ച താഴ്ചകളിലൂടെ അനുഭവിക്കുന്ന അനുഭൂതിയെ കുണ്ടലിനി പാട്ട് എന്ന വിശിഷ്ടമായ ഗ്രന്ഥത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ
യോഗ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തലം മാത്രമാണ് എക്സസൈസ് അഥവാ വ്യായാമം. മറ്റൊരു തരത്തിൽ അതൊരു കൂടിച്ചേരലാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ, ശിവനും ശക്തിയും തമ്മിലുള്ള കൂടിച്ചേരൽ, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള കൂടിച്ചേരൽ. ആ കൂടിച്ചേരലുകൾ കൊണ്ട് നമ്മുടെ ഭാരതീയ ഋഷിമാർ അർത്ഥമാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, മാനവരാശി സ്വയം കണ്ടറിയുക. വാട്ട് ആം ഐ? ഞാൻ എന്താണ്? ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ പഞ്ചേന്ദ്രിയങ്ങളല്ല, ഞാൻ കർമ്മേന്ദ്രിയങ്ങളല്ല, മറിച്ച് എൻ്റെ അന്തരാത്മാവിൻ്റെ ശക്തി പ്രാപഞ്ചികമായ ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിന് അതീവ ശാന്തത ലഭിക്കുന്നു. സൈക്കോളജിക്കലായിട്ടുള്ള പല ഡിസോർഡേഴ്സിനെയും, സിസോഫ്രനിയ, ചിത്തഭ്രമം പോലുള്ള പല അസുഖങ്ങളെയും നിയന്ത്രിക്കുവാൻ ഈ കുണ്ടലിനി യോഗത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശരീരം ശാന്തമാകുമ്പോൾ രക്തചംക്രമണം ഒരേ രീതിയിൽ തന്നെ രക്തചംക്രമണം ഉണ്ടാകും, ഒരേ രീതിയിൽ തന്നെ മനസ്സ് ശാന്തമാകും. അപ്പോൾ ബുദ്ധിയുടെ തലങ്ങളിൽ വിക്ഷോഭങ്ങൾ കെട്ടടങ്ങും. അങ്ങനെ ശാന്തമായ മനസ്ഥിതിയിൽ നമുക്ക് പ്രതിഭ ഉദിക്കും. പ്രതിഭ നവനവോന്മേഷശാലിനി പ്രജ്ഞാമദാഹ എന്നാണ് പറയുന്നത്. പുത്തൻ പുത്തൻ അറിവുകൾ ലഭിക്കും. അപ്രകാരം ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു സമൂല പ്രക്രിയയാണ് യോഗവിദ്യ. ആ യോഗവിദ്യയെ വെറും വ്യായാമമായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ അകത്ത് തള്ളിക്കളയാനായിട്ട് ചില പ്രമുഖരായ ഡോക്ടർമാർ ശ്രമിച്ചു എന്നുള്ളത് വളരെ കുറ്റകരമായ സംഗതിയാണ്. ലോകത്തിലെ പശ്ചിമ ജർമ്മനി ഉൾപ്പെടെ വേദജ്ഞാനത്തിൽ, വേദിക് ഗണിതത്തിൽ റിസർച്ച് നടത്തുന്ന ലോകത്തിലെ 150ഓളം രാജ്യങ്ങൾ യോഗവിദ്യയുടെ ഗുണങ്ങൾ കണ്ടെത്തി അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ ആരംഭിക്കുമ്പോൾ അതിൻ്റെ മാതൃസ്ഥാനീയരായ നമ്മൾ ഭാരതാംബയുടെ ചോറുണ്ടിട്ട് നമ്മൾ അതിനെ വിമർശിക്കുന്നത് തികച്ചും തെറ്റാണ്. ആധുനിക ശാസ്ത്രം എത്രമാത്രം വളർന്നുകൊള്ളട്ടെ, ഇന്ന് ഡയഗ്നോസിസ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. മൈക്രോബയോളജിക്കൽ അതിൻ്റെ റേഡിയോളജിക്കൽ ടെസ്റ്റിലൂടെയാണ് കൂടുതലും കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. പഴയകാല ഡോക്ടർമാര് അവരുടെ പ്രബുദ്ധതയും കഴിവും ഒക്കെ രോഗിയെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പ്രാപ്തരായിരുന്നു. എന്നാൽ ഇന്നൊരു സ്കാനിങ്ങിലൂടെയോ ബ്ലഡ് ടെസ്റ്റിലൂടെയോ രോഗം കണ്ടറിഞ്ഞതിന് ശേഷം കേവലം മരുന്ന് കുറിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പോൾ വിശ്വകരന്മാര് ചെയ്യുന്നുള്ളൂ. ആ സത്യം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയാം. അത് നിലനിൽക്കുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുന്ന യോഗവിദ്യയെ ഇപ്രകാരം വിമർശിക്കുന്നതിന്റെ പുറകിൽ അവർക്കൊരു കച്ചവട മനസ്ഥിതിയുണ്ട്. കാരണം നൂറുകണക്കിന് ലാബ് ടെസ്റ്റുകളും നൂറുകണക്കിന് സ്കാനിങ് ടെസ്റ്റുകളും നടത്തി നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം പാവപ്പെട്ട രോഗികളെ പിഴിയുമ്പോൾ, അവരെ തീർച്ചയായിട്ടും കച്ചവടവൽക്കരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഭാരതീയതയിൽ അധിഷ്ഠിതമായ ധ്യാന മുറകളും യോഗവിദ്യകളും പ്രാർത്ഥനകളും ഒക്കെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. IMAയോട് ബന്ധപ്പെട്ട ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് വിമർശിക്കുക എന്നുള്ളത് ആ പ്രസ്ഥാനത്തിന് പോലും ചേർന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യോഗവിദ്യ ഒരു കേവല എക്സസൈസ് അല്ല. അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സൂര്യ നമസ്കാരം പോലുള്ള യോഗകൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറിച്ച് ആത്മവിദ്യയെ ഉദ്ദീപിപ്പിക്കുന്ന യോഗശാസ്ത്രമാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.